കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കാട്ടാക്കട വൈദ്യുതി സബ്സ്റ്റേഷനിൽ തീപിടുത്തം. 110 kV വൈദ്യുതി സബ്സ്റ്റേഷനിലാണ് തീപിടുത്തമുണ്ടായത്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട്. കമലേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? വിദ്യ, ഒരു 5 മണിയോടുകൂടിയാണ് കാട്ടാക്കട ഈ സബ്സ്റ്റേഷനിൽ വൈദ്യുതി സബ്സ്റ്റേഷനിൽ തീപിടുത്തമുണ്ടായത്. ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ആളപായമൊന്നുമില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഈ ട്രാൻസ്ഫോർമറുകളിൽ ഒന്നിൽ തീ കത്തിപ്പടരുകയായിരുന്നു. ഈ സമീപത്തുണ്ടായിരുന്ന ജീവനക്കാരടക്കമുള്ള ആളുകൾ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ ഉപയോഗിച്ച് ആദ്യഘട്ടത്തിൽ ഈ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അത് മതിയാകാതെ വന്നു, അത് പ്രാപ്തമാകാതെ വന്നു. അതിന് പിന്നാലെയാണ് ഫയർഫോഴ്സ് യൂണിറ്റ്, അതായത് കാട്ടാക്കട ഫയർഫോഴ്സ് യൂണിറ്റിന്റെ 2 യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞു. ചെറിയ തോതിൽ ഇവിടെ പുക ഉയരുന്നുണ്ട്. പക്ഷെ മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളോ മറ്റ് സംഭവവികാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ആർക്കും ആളപായവും ഉണ്ടായിട്ടില്ല. ഈ തീപിടുത്തം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ കാട്ടാക്കട മേഖലയിലെ വിവിധയിടങ്ങളിൽ പവർ സപ്ലൈ മുടങ്ങിയിട്ടുണ്ട്. അതായത് വൈദ്യുതി വിതരണം മുടങ്ങിയിരുന്നു കുറച്ചു നേരത്തേക്ക്. ഇപ്പോഴത് പുനഃസ്ഥാപിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 5 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഇതിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. വിദ്യ. ശരി കമലേഷ്, വ്യക്തമാണ്. തിരുവനന്തപുരം കാട്ടാക്കട വൈദ്യുത സബ്സ്റ്റേഷനിൽ തീപിടുത്തം. 110 kV വൈദ്യുതി സബ്സ്റ്റേഷനിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാസേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. വിവരങ്ങൾ നൽകിയത് കമലേഷ് തെക്കേക്കാടാണ്.